കറാമത്ത് വിവരിച്ചിട്ടുണ്ടല്ലോ. നിഷേധിക്കുന്നവർക്ക് അത്യാവശ്യം കേട്ടറിവിനും കണ്ടറിവിനും ഒക്കെ കഴിവുള്ള ആളുകൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ കറാമത്ത് ബുഖാരിയിൽ വിവരിച്ചിട്ടുള്ളത്. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്, ധീരനായ സ്വഹാബിയാണ്. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത ധീരനായ സ്വഹാബിയാണ്. ധീരതയോടെ ബദറിൽ ഒരുപാട് സമയങ്ങൾ പടപൊരുതി വിജയിച്ച വലിയ മഹാനാണ് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കറാമത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. മഹാനായ ബദരിയായ സ്വഹാബി ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹീന ഹുദ്ദിസ അന്നഹു ഖുതില, മഹാനവറുകൾ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്ന വിവരം ശത്രുക്കൾ അറിഞ്ഞപ്പോ മഹാനായ ആസിം സാബിത്ത് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഒരു സംഘത്തെ ഒരു ഗോത്രത്തിന്റെ അരികിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ആ ഗോത്രത്തലവന്മാര് വഞ്ചനയിലൂടെ മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതാണ്, കൊന്നുകളഞ്ഞതാണ്. ആ മഹാനവറുകളുടെ ഈ വിവരം, മഹാനവറുകളെ വധിക്കപ്പെട്ടു, കൊന്നുകളഞ്ഞു എന്ന വിവരം കിട്ടിയപ്പോ ഖുറൈശികളിൽപ്പെട്ട ചില ആളുകള് അതേ മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുകൂടാത്ത ചില ആളുകൾ, ഖുറൈശികളിൽപ്പെട്ട ആളുകൾ മറ്റു ചിലരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ടാൽ അറിയുന്ന ഒരു ഭാഗം മുറിച്ചു കൊണ്ടുവരണം, ഇവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണ്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ വിവരം അത് സന്തോഷപൂർവ്വം മക്കക്കാർക്കിടയിൽ വലിയ ആഘോഷമാക്കി കളയണമെന്ന ചിന്തയോടെയാണ് ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം മറ്റൊരു സംഘത്തെ മഹാനായ ആസിം ഇബ്നു സാബിത്ത് തങ്ങളുടെ ജനാസയുടെ അരികിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്തിനാണ് ശത്രുക്കൾക്ക്, ഖുറൈശികൾക്ക് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഇത്രയേറെ ദേഷ്യം എന്തിനാണ്? മഹാനവറുകൾ വകാന ആസിമുൻ ഖതല റജുലൻ അലീമൻ മിൻ ഉലമാഇഹിം, അതേ മഹാനായ ബദറിന്റെ ദിവസം മഹാനവറുകൾ മുശ്രിക്കീങ്ങളിൽപ്പെട്ട പ്രമുഖരായ അറിയപ്പെട്ട പല നേതാക്കന്മാരെയും വധിച്ചു കളഞ്ഞത് മഹാനായ ആസിം ഇബ്നു സാബിത്ത് തങ്ങളാണ്. ഒരുപാട് ശത്രുക്കളുടെ നേതാക്കന്മാരെ വധിച്ചു കളഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഈ ഖുറൈശികൾക്കുള്ളത്. അതുകൊണ്ട് ആസിമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടിയാൽ വലിയ ആഘോഷമാക്കാം, ആഹ്ലാദിക്കാം എന്ന് കരുതി ഖുറൈശികളിൽപ്പെട്ട ചിലര് അതാ മറ്റു ചിലര് ബദരിയായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആസിം തങ്ങളുടെ അരികിലേക്ക് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ആ സംഘം മഹാനായ ആസിം തങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ അരികിൽ ചെന്നു. ശരീരത്തിന്റെ ഭാഗം അങ്ങ് മുറിക്കാൻ പോകുകയാണ്. ശരീരത്തിന്റെ തിരിച്ചറിയാൻ പറ്റുന്ന നല്ലൊരു ഭാഗം അവരങ്ങ് മുറിക്കാൻ പോകുമ്പോ അപ്പോഴേക്ക് അല്ലാഹു ഈ സ്വഹാബിക്ക് സംരക്ഷണമായി, ഈ സ്വഹാബിക്ക് കാവലായി, ഈ സ്വഹാബിക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. ബദറിൽപ്പെട്ട ഒരു സഹാബിയെ യുദ്ധത്തിൽ വധിച്ചു കളഞ്ഞു. വീണ്ടും ആ സഹാബിയുടെ ശരീരം വികൃതമാക്കാൻ പുറപ്പെട്ട ശത്രു സംഘത്തിനെതിരെ മഹാനായ ആസിം തങ്ങൾക്ക് അല്ലാഹു വലിയ കാവലേർപ്പെടുത്തുകയാണ്. ഒരു മേഘം പോലെ, ഒരു പർവ്വതം പോലെ വലിയൊരു കടുന്നൽ കൂട്ടം അതാ ആസിം തങ്ങൾക്ക് ചുറ്റും വലയം വെച്ചു പോയി. ശത്രുക്കളാകെ പേടിക്കുകയാണ്. ഒരാൾക്കും ആസിം തങ്ങളെ തൊടാൻ സാധിക്കുന്നില്ല, ഒരാൾക്കും ആസിം തങ്ങളുടെ അരികിലേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. ഖുറൈശികളുടെ ആ
ദൂതന്മാരിൽ നിന്നും മഹാനായ ആസിബ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായ ഉന്നതനായ മഹാനവറുകളെ അല്ലാഹു സംരക്ഷിച്ചു കളഞ്ഞു. ബദറിൽ പങ്കെടുത്ത മഹാനാണ്. ഇത് ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ കാവലാണ്. ആസിമ് തങ്ങളുടെ കറാമത്താണ്. നമുക്കാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഹാനായ ഇമാം ബുഖാരി തങ്ങളാണ്. ഇങ്ങനെ ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരുടെ എത്രയെത്ര അത്ഭുത സംഭവങ്ങളാണ്, എത്രയെത്ര സംഭവങ്ങളാണ്. ഈ മഹാന്മാരായ ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ദുന്യവിയായ ഭക്ഷണങ്ങളാവട്ടെ, നമ്മുടെ ഉഖ്റവിയായ ഭക്ഷണങ്ങളാവട്ടെ, വീട്ടിലെ പ്രയാസങ്ങളാവട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളാവട്ടെ, കച്ചവടത്തിലെ പ്രയാസങ്ങളാവട്ടെ, ഏത് നിലയ്ക്ക് ഏതേത് ബുദ്ധിമുട്ടുകളും ഏതേത് പ്രയാസങ്ങൾ വരുമ്പോഴും അസ്ഹാബുൽ ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരോട് നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അങ്ങ് പറഞ്ഞാൽ അത് അസ്ഹാബുൽ ബദരീങ്ങൾ ഉടനെ തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. നിത്യവും നാം അസ്മാഉൽ ബദർ പൂർത്തിയായി പരിപൂർണമായ രീതിയിൽ അസ്മാഉൽ ബദർ ചൊല്ലി പതിവാക്കിയവരാവണം. എപ്പോഴും ബദരീങ്ങളുമായി ഒരു ഫാത്തിഹ ഓതി അവരുമായുള്ള ബന്ധം നിലനിർത്തുന്നവരാവണം.